പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ജീവിതത്തിൽ എത്ര തന്നെ സമ്പാദിച്ചാലും സമ്പാദിക്കുന്ന പണം നിലനിർത്താൻ കഴിയുന്നില്ല എങ്കിൽ, അതുപോലെ വിളിശാപം, കണ്ണീർ ദോഷം, ഉറക്കമില്ലായ്മ, ഭാര്യാഭർത്തൃ കലഹം, ഇതൊക്കെ മാറുവാനും നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ കഴിവുള്ള അല്ലെങ്കിൽ ശക്തിയുള്ള ചില വസ്തുക്കളെക്കുറിച്ച് നമുക്കിന്ന് മനസ്സിലാക്കാം. ഈ വസ്തുക്കൾ നാം ഉറങ്ങുമ്പോൾ നമ്മുടെ തലയണയ്ക്കടിയിൽ വെച്ച് ഉറങ്ങുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ തന്നെ പല മാറ്റങ്ങളും ഉണ്ടാകുന്നതാണ്. അപ്പോൾ അതിനു മുൻപ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്ത് വയ്ക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ നിങ്ങൾ ഉറങ്ങാൻ ചെല്ലുമ്പോൾ തലയണയ്ക്ക് അടിയിൽ ഈ വസ്തുക്കൾ വെച്ച് ഉറങ്ങിയാൽ പലതരത്തിലുള്ള സൗഭാഗ്യങ്ങളാണ് നിങ്ങളെ തേടിയെത്തുന്നത്. നിങ്ങളുടെ ജീവിതത്തിലെ മാറ്റങ്ങൾ നിങ്ങൾക്ക് തന്നെ കണ്ടറിയാവുന്നതാണ്. ഈ വസ്തുക്കൾ നിങ്ങൾ എപ്പോൾ ഉറങ്ങുന്നുവോ അപ്പോൾ ഈ വസ്തുക്കൾ തലയണയുടെ അടിയിൽ വയ്ക്കുക. ചിലവർക്ക് നൈറ്റ് ഡ്യൂട്ടി ആയിരിക്കും. അപ്പോൾ ഒരുപാട് ആൾക്കാർ അങ്ങനെ നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരൊക്കെ പകലിലായിരിക്കും ഉറങ്ങുക. എപ്പോൾ ഉറങ്ങുന്നുവോ അപ്പോൾ ഇത് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഉയർച്ചയിലേക്ക് കൊണ്ടു ചെല്ലുവാൻ ഈ വസ്തുക്കൾക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ ആ വസ്തുക്കൾ ഏതൊക്കെ എന്ന് നമുക്ക് ഓരോന്നായി നോക്കാം. ഒന്നാമത്തത് ഒരു വെള്ളി നാണയം, 2 കല്ലുപ്പ്, 3 നാരങ്ങ, ചെറുനാരങ്ങ, 4 ചന്ദനം, 5 വെരിക്കിൻ പുഴു. ഈ 5 സാധനങ്ങളാണ് നാം ഉറങ്ങുമ്പോൾ നമ്മുടെ തലയണയ്ക്ക് അടിയിൽ വെച്ച് ഉറങ്ങുവാൻ. അപ്പോൾ ഇതിന് ഓരോന്നിനും ഓരോരോ ഗുണഫലങ്ങളാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം ആ വസ്തു വെച്ച് നിങ്ങൾ ഉറങ്ങാൻ കിടക്കുക. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നായിട്ട് നോക്കാം. ഈ വസ്തുക്കൾ 100% ഫലം ഉറപ്പാണ് എന്ന് ഉപയോഗിച്ച് പറഞ്ഞവർ അങ്ങനെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഫലം ഉറപ്പായത് കൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് അതിനെ നോക്കാം. ഒന്നാമത്തത് വെള്ളി നാണയമാണ്. ഇപ്പോൾ നമുക്ക് ഒരു വെള്ളി നാണയം വാങ്ങാൻ അത്ര പൈസയൊന്നും ആവത്തില്ല. 300-400 രൂപ മാത്രമേ ആകുകയുള്ളൂ. അങ്ങനെ ഒരു വെള്ളി നാണയം വാങ്ങിച്ച് നമ്മുടെ തലയണയ്ക്ക് അടിയിൽ വെച്ച് കിടന്നുറങ്ങിയാൽ സാമ്പത്തികമായി ഉന്നതിയിലേക്ക് എത്തും എന്നതാണ്. വെള്ളി നാണയം ദിവസവും കണി കണ്ട് ഉണരുന്നതും നല്ലതാണ്. ആ ദിവസം നല്ല സാമ്പത്തികമായി പണവരവ് ഉണ്ടാകും എന്നാണ് പറയപ്പെടുന്നത്. ഇത് തുടർച്ചയായി 30 ദിവസം ചെയ്തു വന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റം നിങ്ങൾക്ക് തന്നെ കണ്ടറിയാവുന്നതാണ്. വെള്ളി നാണയം ഉറങ്ങുമ്പോൾ തലയണയടിക്ക് വെച്ചിട്ട് രാവിലെ എണീക്കുമ്പോൾ അത് ഒരു സേഫായ സ്ഥലത്ത് വയ്ക്കുക. വീണ്ടും ഉറങ്ങാൻ കിടക്കുമ്പോൾ എടുത്ത് വയ്ക്കാവുന്നതാണ്. ഇങ്ങനെ 30 ദിവസം വെച്ചു നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തികമായി ഉന്നതിയിലേക്ക് പോകുന്നത് നിങ്ങൾക്ക് തന്നെ കണ്ടറിയാവുന്നതാണ്. അടുത്തത് കല്ലുപ്പാണ്. ഒരു പിടി കല്ലുപ്പ് ഒരു കിഴി പോലെ പട്ടുതുണിയിൽ കെട്ടി നാം ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ തലയണിക്കടിയിൽ വെച്ച് ഉറങ്ങിയാൽ പലതരത്തിലുള്ള നെഗറ്റീവ് എനർജികളെയും നമ്മൾ നിന്ന് അകറ്റുന്നതാണ്. അതുപോലെ തന്നെ കല്ലുപ്പ് ലക്ഷ്മി കടാക്ഷം ഉള്ള വസ്തുവാണ്. നമ്മൾ ഉറങ്ങാൻ ചെല്ലുമ്പോൾ മാത്രം ഇത് ഇങ്ങനെ ചെയ്താൽ മതി. ഉറങ്ങി എണീറ്റാൽ ഇത് ഒരു സേഫായ സ്ഥലത്ത് വയ്ക്കാവുന്നതാണ്. ഈ കിഴി കെട്ടി വയ്ക്കുമ്പോൾ നമ്മുടെ ബില്ലോയിൽ ചിലപ്പോൾ വെള്ളം പോലെ വരുന്നത് തടയാൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ കല്ലുപ്പ് കിഴിയായിട്ട് ഒരു പ്ലാസ്റ്റിക് ഡപ്പിയിൽ എന്തെങ്കിലും സൂക്ഷിച്ചു വെച്ചാലും മതിയാവും.
ഇങ്ങനെ ഈ കിഴികെട്ടിയ കല്ലുപ്പ് 6 ദിവസം ഉപയോഗിക്കാം. അത് കഴിഞ്ഞാൽ 7-ാം ദിവസം ഒഴുകുന്ന വെള്ളത്തിൽ 3 വട്ടം നമ്മുടെ തലയ്ക്കുഴിഞ്ഞ് ഒഴുകുന്ന വെള്ളത്തിൽ ഒഴുക്കി വിടുക. ഇങ്ങനെ കല്ലുപ്പ് തലയണയ്ക്ക് അടിയിൽ വെച്ച് ഉറങ്ങുന്നതിന് മൂലം നമുക്ക് പല ഐശ്വര്യങ്ങളും ലഭിക്കുന്നതാണ്. ഇപ്പോൾ നമുക്ക് കാര്യതടസ്സങ്ങൾ അകലുന്നതാണ്. ജീവിതത്തിൽ പുരോഗതി കിട്ടുന്നില്ല എങ്കിൽ, അതുപോലെ ഏത് കാര്യത്തിന് ചെന്നാലും തടസ്സമെങ്കിൽ ഇങ്ങനെ ചെയ്തു നോക്കൂ, ഉറപ്പായും നല്ല ഫലം ഉണ്ടാകുന്നതാണ്. മൂന്നാമത്തത് ചെറുനാരങ്ങ. ചെറുനാരങ്ങ ഭൂതപ്രേത പിശാചികളെ കൊണ്ടുള്ള സ്വപ്നങ്ങൾ കണ്ട് ഞെട്ടി ഉണരുന്നവർക്കും, കണ്ണേറ് ദോഷമുള്ളവർക്കും, ഉറക്കമില്ലാതെ രാവിലെ എണീക്കുമ്പോൾ ഒരു ഉന്മേഷവും ഇല്ലാത്തവർക്കും ഈ ചെറുനാരങ്ങ തലയണയ്ക്കടിയിൽ വെച്ച് ഉറങ്ങിയാൽ ഇതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാകുന്നതാണ്. അപ്പോൾ നാരങ്ങ തിരഞ്ഞെടുക്കുമ്പോൾ പഴുത്ത അധികം കറുത്ത പുള്ളികളില്ലാത്ത നല്ല നാരങ്ങ നോക്കി തിരഞ്ഞെടുക്കുക. ഈ നാരങ്ങ ഒരെണ്ണം 3 ദിവസം വരെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. എന്നിട്ട് 4-ാം ദിവസം ഇതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ ഒഴുക്ക് വെള്ളത്തിൽ ഒഴുക്കി കളയാവുന്നതാണ്. രാവിലെയോ വൈകിട്ടോ എപ്പോൾ വേണമെങ്കിലും ഇങ്ങനെ ചെയ്യാവുന്നതാണ്. ഈ പറഞ്ഞ പ്രകാരം തുടർച്ചയായി 1 മാസം ചെയ്തു വന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ഉയർച്ചകൾ ഉണ്ടാകും. നടക്കില്ല എന്ന് കരുതിയ പല കാര്യങ്ങളും നടക്കുകയും ചെയ്യും. ഈ പ്രവൃത്തി ചെയ്യുന്നത് 4-ാമത്തെ ദിവസം ചൊവ്വാഴ്ചയോ അല്ലെങ്കിൽ ഞായറാഴ്ചയോ വരുന്ന വിധത്തിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ കണ്ണേറ് കൊണ്ടുള്ള സകല ദോഷവും, വിളിശാപം, പ്രാക്ക് ദോഷം മുതലായവ അകലുകയും മനഃശാന്തി ലഭിക്കുകയും ചെയ്യുന്നതാണ്. 4-ാമത്തത് ചന്ദനമാണ്. മറ്റുള്ളവർ നമ്മളെ ബഹുമാനിക്കണം, നമ്മുടെ യശസ് ഉയരണം, എല്ലാവരാലും നമ്മളെ ആദരിക്കപ്പെടണം എന്നുണ്ട് എങ്കിൽ ഈ ചന്ദനം നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മുടെ തലയണയ്ക്ക് അടിയിൽ വെച്ച് ഉറങ്ങിയാൽ ഇതൊക്കെ സാധിക്കും എന്നതാണ്. ചന്ദനം എന്ന് പറയുമ്പോൾ നല്ല ചന്ദനം കടയിൽ കിട്ടുന്ന വട്ടത്തിലുള്ള ചന്ദനമല്ല, ചന്ദന മരത്തിൽ നിന്നുള്ള ഒരു പീസ് കിട്ടുകയാണെങ്കിൽ ഇതുപോലെ തലയണയ്ക്കടിയിൽ വെച്ച് ദിവസവും ഉറങ്ങിയാൽ ഫലം ലഭിക്കും എന്നതാണ്. വശ്യശക്തിയും ഉണ്ടാകുന്നതാണ്. അടുത്തത് 5-ാമത്തത് വെരികിൻ പുഴു എന്നതാണ്. ഇത് കസ്തൂരി പോലുള്ള സുഗന്ധമുള്ള ഒരു വസ്തുവാണ്. വെരുക് എന്ന ജീവിയിൽ നിന്നും ലഭിക്കുന്ന മെഴുക് പോലുള്ള ഒരു സാധനമാണിത്. ഇത് ഒരു സുഗന്ധ വസ്തുവാണ്. ഇതിൻ്റെ പ്രയോജനം എന്ന് പറയുമ്പോൾ വശ്യശക്തിയാണ്. മുഖവശ്യം, ആകർഷണശക്തി, അങ്ങനെയുള്ള വശ്യശക്തികൾ ഉണ്ടാകുന്നതാണ്. മറ്റുള്ളവർ നമ്മളെ കാണുമ്പോൾ സന്തോഷത്തോടെ സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുന്നതാണ്. അതുപോലെ ഇത് ദാമ്പത്യ ജീവിതത്തിൽ ഒരു വലിയ പങ്ക് വഹിക്കും. ദാമ്പത്യ ജീവിതത്തിൽ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ആകർഷണ ശക്തിയും വശ്യവും ഉണ്ടാകുന്നതാണ്. ദാമ്പത്യ ജീവിതം ദൃഢമായിരിക്കുവാനും വഴക്കുകൾ ഉണ്ടാകാതിരിക്കുവാനും ഭാര്യ ഭർത്താക്കർ തമ്മിൽ സന്തോഷത്തോടെ ഇരിക്കുവാനും ഇത് സഹായിക്കുന്നതാണ്. അപ്പോൾ ഇത് 30 ദിവസം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു വന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നിങ്ങൾക്ക് തന്നെ കണ്ടറിയാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് വസ്തുവാണോ താല്പര്യമുള്ളത് അത് തലയണയ്ക്ക് അടിയിൽ വെച്ച് ഉറങ്ങാവുന്നതാണ്. 100% ഫലപ്രദമാണ്. ഇത് ചെയ്തു നോക്കിയവർ പറഞ്ഞതിന് പ്രകാരമാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലുള്ള അറിവുകൾ ലഭിക്കാൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.